എൽദ ദനഹ കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച, ക്രിസ്തുമസിന് തൊട്ടു മുൻപുള്ള ഞായറാഴ്ച, തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ്. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസറേത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ ജനന നാളുകളിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പശ്ചാത്തലം വിവരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ചരിത്രപരമായ വസ്തുതകൾ വിവരിക്കുകയല്ല സുവിശേഷകൻ്റെ ലക്ഷ്യം, മറിച്ച് പുൽക്കൂട്ടിൽ പിറന്ന യേശുവിനെ അനുവാചകർക്ക് വെളിപ്പെടുത്തുകയാണ്. BC 27 മുതൽ AD 14 വരെയാണ് അഗസ്റ്റസ് സീസർ ഒക്ടോവിയൻ റോമൻ ചക്രവർത്തിയായിരുന്ന കാലഘട്ടം. റോമൻ സാമ്രാജ്യത്തിൻ്റെ രക്ഷകൻ, ദൈവം എന്നീ വിശേഷണങ്ങൾ അമിത രാജകീയ ആരാധനയുടെ ഭാഗമായി ജനങ്ങൾ ഇദ്ദേഹത്തിന് ചാർത്തി നൽകിയിരുന്നു. അധികാരങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാകാനുള്ള അപകടം എക്കാലത്തും നിലവിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദൈർഘ്യമേറിയ ഭരണകാലം റോമൻ സാമ്രാജ്യത്തിൻ്റെ സമാധാനകാലം പാക്സ് ഔഗുസ്ത, പാക്സ് റൊമാന എന്നാണ് അറിയപ്പെടുക. പേര് എഴുതി ചേർക്കപ്പെടണമെന്ന കൽപ്പന, സെൻസസ് കൽപ്പന, നികുതി പിരിവിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയതാണ്. 12 വയസ്സ് മുതൽ സ്ത്രീകളും സിറിയായിൽ നികുതി കൊടുക്കണമായിരുന്നു. ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിക്കുന്നത് സെൻസസിൻ്റെ 1-ാം ഘട്ടമാണ്. നികുതി നിശ്ചയിച്ച് പ്രഖ്യാപിക്കുന്നത് 2-ാം ഘട്ടമാണ്. ക്രിസ്തുവർഷം 6 പാലസ്തീനയിൽ സെൻസസ് നടന്നതിന് തെളിവുകളുണ്ട്. കിരീനിയോ സിറിയായിൽ ഭരണത്തിലായിരുന്നത് BC 12 ലൂക്കായുടെ ചരിത്ര അവതരണത്തിന് 10 വർഷത്തെ വ്യത്യാസം കാണാനാവും. സെൻസസ് നടന്ന കൃത്യ വർഷവും തീയതിയും അവതരിപ്പിക്കുകയല്ല ലൂക്കായുടെ ലക്ഷ്യം. യേശുവിൻ്റെ ജനനം സീസറിനോടും റോമാ സാമ്രാജ്യത്തോടും ലോക ജനതയോടും ബന്ധപ്പെടുത്തി യഥാർത്ഥ ലോകരക്ഷകനെ ബേത്ലഹേമിൽ അവതരിപ്പിക്കുകയാണ് ലൂക്കായുടെ ലക്ഷ്യം. യഥാർത്ഥ രക്ഷകൻ, സമാധാനവാഹകൻ, ദൈവപുത്രൻ യേശുവാണ്, ചക്രവർത്തി അല്ല. മഹാനായ ചക്രവർത്തി ദൈവത്തിൻ്റെ ഉപകരണമായി ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് അവസരമൊരുക്കുന്നു എന്ന് മാത്രം. അധികാരികൾ ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ്, അവരെ അനുസരിക്കണം. അധികാര സ്ഥാനങ്ങൾ അകാരണമായ ഭയം ജനിപ്പിക്കുന്നതും ആരാധനാപാത്രങ്ങളായി സ്വയം അവതരിക്കുന്നതുമാകരുത്. യഥാർത്ഥ ആരാധന ദൈവത്തിന് മാത്രം. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം തിരുവചനം, ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവൻ്റെ ജനനം
ബേത്ലഹേം എഫ്രത്തായിൽ നടന്നു. അതിനെ അക്കാലത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലവുമായി ലൂക്ക ബന്ധിപ്പിക്കുന്നു. പ്രവചന പൂർത്തീകരണം സഫലമായി എന്ന് ഇവിടെ ഊന്നി പറയുന്നു. യേശുവിൻ്റെ ജനനം റോമൻ ചക്രവർത്തിയോടും ലോകമാസകലമുള്ള റോമൻ സാമ്രാജ്യത്തോടും ബന്ധപ്പെട്ടതാണ്. യേശുവിൻ്റെ രക്ഷാകര ജനനം സമസ്ത ലോകത്തിനും അഖില ജനപദങ്ങൾക്കുമുള്ളതാണ്. റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറിൻ്റെ സെൻസസ് കൽപ്പന യേശുവിൻ്റെ ജനനം ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിനോട് ബന്ധിപ്പിച്ചു. റോമാ സാമ്രാജ്യത്തിൻ്റെ രാജകീയ സിംഹാസനങ്ങളും പ്രൗഢിയും അലങ്കരിക്കുന്ന ചക്രവർത്തി ലോകരക്ഷകനും സമാധാനവും ദൈവവുമല്ല. പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിൽ കിടത്തപ്പെട്ട യേശുവാണ് ലോകരക്ഷകനും സമാധാനവും സമാധാന സ്ഥാപകനും ദൈവപുത്രനുമെന്ന് ലൂക്ക ലോകസമക്ഷം സമർത്ഥിക്കുന്നു. അഗസ്റ്റസ് സീസറിൻ്റെ ജന്മദിനം റോമാ സാമ്രാജ്യത്തിൽ വലിയ സദ്വാർത്തയായി ആഘോഷിച്ചിരുന്നു. ലോകത്തിൻ്റെ സദ്വാർത്തയായി സ്വർഗത്തിൻ്റെ ദൂതനും സുവിശേഷത്തിൻ്റെ സദ്വാർത്തയുമായി ലൂക്ക അവതരിപ്പിക്കുന്നത് മിശിഹായുടെ മനുഷ്യാവതാരത്തെയാണ്. അധികാരത്തിൻ്റെ ആരാധനയ്ക്കും ലൗകിക പ്രൗഢിക്കുമുള്ള പ്രലോഭനങ്ങളെ ഈ താരതമ്യം വഴി ലൂക്ക തിരുത്തുന്നു. സുവിശേഷം ലാളിത്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റേതുമാണ്. അത് പുൽക്കൂടുയർത്തുന്ന സദ്വാർത്തയാണ്. ആഡംബരങ്ങൾക്കും ആഘോഷങ്ങൾക്കും രാജകീയ പ്രൗഢികൾക്കും സുവിശേഷത്തെ നൽകാനാവില്ല. ലൗകിക മാനദണ്ഡങ്ങളുമായി ഓരോ കാലഘട്ടത്തിലെയും ലൗകിക മാനദണ്ഡങ്ങളുമായി അവിഹിത ബന്ധം പുലർത്താനാവും. അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന ദാവീദ് പുത്രൻ യേശുവിൻ്റെ ജനനം ദാവീദിൻ്റെ പട്ടണവുമായി ബന്ധിപ്പിച്ചു. മീഖാ പ്രവാചകനിലൂടെയുള്ള ദൈവിക വാഗ്ദാനം നിവൃത്തിയായി. പ്രസവ സമയം അടുത്തപ്പോൾ ജോസഫും മറിയവും ഗർഭസ്ഥ ശിശുവിനെയും കൊണ്ട് ഗലീലയിലെ നസറേത്തിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ ജോസഫിൻ്റെ പിതാവായ ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്തു. ജോസഫും മറിയവും നിർവഹിക്കുന്ന തീർത്ഥയാത്രയിൽ യേശു ഉണ്ട്. അത് പൂർവികരുടെ ജന്മഭൂമിയായ ബേത്ലഹേമിന് അനുഗ്രഹമായി മാറുന്നു. ദൈവരാജ്യ പ്രഘോഷകനായ യേശുവിൻ്റെ ഗലീലയിൽ നിന്ന് ദാവീദ് പട്ടണത്തിലേക്കുള്ള രക്ഷാകര യാത്ര ഇത് പ്രതിനിധാനം ചെയ്യുന്നു. ലൂക്കായുടെ വിവരണത്തിൽ യേശു ജനിച്ച ദാവീദിൻ്റെ പട്ടണം യൂദയായിലെ ബേത്ലഹേമാണ്. ജെറുസലേം യാത്രയിൽ ജെറീക്കോ വഴിയരികിലെ കുരുടൻ നസറേനായ യേശുവിനെ ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുന്നു. ബേത്ലഹേമും ജെറുസലേമും തമ്മിൽ 30 കിലോമീറ്ററിൻ്റെ അകലമുണ്ട്. ബേത്ലഹേം ദാവീദിൻ്റെ കുടുംബദേശമാണ്. ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതും ഇവിടെയാണ്. ദാവീദ് രാജാവും പുരോഹിതനുമായി ശുശ്രൂഷ ചെയ്ത സ്ഥലം ജെറുസലേം, ദാവീദിൻ്റെ പട്ടണം. ദാവീദിൻ്റെ പുത്രനായ യേശു തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ പൂർത്തിയാക്കാൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്തു. നസറേത്തിന് 145 കിലോമീറ്റർ തെക്കുള്ള ഒരു ചെറിയ യഹൂദ ഗ്രാമമാണ് ബേത്ലഹേം. ദാവീദ് രാജാവിൻ്റെ കുടുംബ നഗരവും രാജകീയ അഭിഷേകത്തിൻ്റെ വേദിയും ഇതാണ്. ദാവീദിൻ്റെ പട്ടണം എന്നത് ഇസ്രായേൽക്കാർക്ക് ശക്തിയുടെ പര്യായമാണ്. ദാവീദ് യാവയുടെ പേടകം കൊണ്ടുവന്നത് ഈ പട്ടണത്തിലേക്കാണ്. യൂദാ രാജാക്കന്മാരുടെ കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിലാണ്. സോളമൻ ഈജിപ്തിലെ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത ശേഷം കൊട്ടാരത്തിൻ്റെ പണി തീരുന്നതുവരെ ഇവിടെയാണ് താമസിപ്പിച്ചത്. ജെറുസലേം ദേവാലയത്തിലേക്ക് വാഗ്ദാന പേടകം കൊണ്ടുപോയത് ഇവിടെ നിന്നാണ്. ദാവീദിൻ്റെ പട്ടണത്തിലെ ഉറവവാതിൽ, നഗരത്തിലേക്കുള്ള കോവേണി, ജലകവാടം,
പടത്താവളം, ദാവീദിൻ്റെ ശവകുടീരം, ദാവീദിൻ്റെ കൊട്ടാരം എന്നിവ നെഹമ്യയുടെ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. ചരിത്രകാരനായ ജോസെഫൂസും ഈ പട്ടണം ജെറുസലേം പട്ടണം തന്നെയാണെന്ന് കരുതിയിരുന്നു. ടിറോപ്പിയൻ കിദ്രോൻ താഴ്വരകൾക്കിടയിലുള്ള മലയിലായിരുന്നു ദാവീദിൻ്റെ പട്ടണം. പുതിയ നിയമം ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ വംശജൻ എന്നീ പ്രയോഗങ്ങൾ യേശുവിനെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യേശു ക്രിസ്തു ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്നാണ്. മിശിഹ ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് വരുമെന്നത് യഹൂദ വിശ്വാസമായിരുന്നു. രോഗശാന്തിക്കായി വന്നവർ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് ദാവീദിൻ്റെ പുത്ര എന്നാണ്. കുരിശുമരണത്തിന് മുൻപ് ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൽ ജനം ആർത്തു വിളിച്ചത് ദാവീദിൻ്റെ പുത്രന് ഓശാന എന്നാണ്. പഴയ നിയമത്തിൽ ദാവീദിൻ്റെ നഗരം ജെറുസലേമാണ്. പുതിയ നിയമത്തിൽ ദാവീദിൻ്റെ നഗരം ബേദലഹേമാണ്. ക്രിസ്തു ദാവീദ് വംശത്തിൽ ജനിച്ചവനാണെങ്കിലും ദാവീദിനേക്കാൾ ഉന്നതനാണ്. വിജാതീയരെ സഭയിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ദാവീദിൻ്റെ കൂടാരത്തെയാണ് യാക്കോബ് ശ്ലീഹ ഉദാഹരിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൽ വിശ്വാസികളുടെ ഉദാത്ത മാതൃകകളിൽ ഒരാളാണ് ദാവീദ്. വെളിപാട് ഗ്രന്ഥം ക്രിസ്തുവിനെ ദാവീദിൻ്റെ അവകാശിയായും ദാവീദിൻ്റെ സന്താനമായും അവതരിപ്പിക്കുന്നു. ജെറമിയായുടെയും യെശയ്യായുടെയും പ്രവചനമനുസരിച്ച് ഭാവി രാജാക്കന്മാർ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. ജ്ഞാനവും വിവേകവും ദൈവഭക്തിയും നീതിയും ധർമ്മനിഷ്ഠയുമുള്ള രാജാവായിരുന്നു ദാവീദ്. എസെക്കിയേൽ പ്രവാചകൻ യുഗാന്ത്യ പ്രവചനത്തിലെ ഏക രാജാവായി ചൂണ്ടിക്കാണിക്കുന്നത് ദാവീദിനെയാണ്. ഹോസിയ പ്രവാചകൻ പിൻതലമുറക്കാരനായ ഇസ്രായേലിയരുടെ രാജാവായി ചൂണ്ടിക്കാണിക്കുന്നത് ദാവീദിനെയാണ്. യെശയ്യാ, ജെറമിയ പ്രവാചകന്മാർ ജെറുസലേമിനെ ദാവീദിൻ്റെ ഭവനമായാണ് കണക്കാക്കുന്നത്. യെശയ്യാ പ്രവചനം അനുസരിച്ച് വരാനിരിക്കുന്ന മെശിഹ ദാവീദിൻ്റെ സിംഹാസനത്തിലും കൂടാരത്തിലും ഭരണം നടത്തുന്നവനാണ്. യൂദയായിലെ രാജാക്കന്മാരെ ജെറമിയ അഭിസംബോധന ചെയ്യുന്നത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ വാഴുന്നവർ എന്നാണ്. പ്രവാചകന്മാരുടെ വീക്ഷണമനുസരിച്ച് യാവേ ദാവീദിൻ്റെ ദൈവമാണ്. ജെറുസലേം ദാവീദിൻ്റെ നഗരമാണ്. ദൈവത്തിൻ്റെ സ്നേഹഭാജനമായിരുന്ന ദാവീദിനെ ശത്രുക്കൾക്ക് പോലും വലിയ ബഹുമാനമായിരുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദാവീദ് പ്രിയപ്പെട്ടവനായിരുന്നു. ദാവീദിൻ്റെ കാലം മുതൽ യാവേ ദാവീദിൻ്റെ ദൈവം എന്നാണ് അറിയപ്പെടുക. ദാവീദിൻ്റെ സിംഹാസനം നിത്യമായി നിലനിൽക്കുമെന്നത് യഹൂദരുടെ ഏറ്റവും പ്രബലമായ വിശ്വാസങ്ങളിൽ ഒന്നായിരുന്നു. ദാവീദിൻ്റെ വംശത്തിൽ പിറക്കാനിരിക്കുന്ന മെശിഹ തങ്ങളെ എന്നേക്കുമായി രക്ഷിക്കുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. ലൂക്കായുടെ വിവരണം അനുസരിച്ച് യേശു ജനിച്ച ദാവീദിൻ്റെ പട്ടണം യൂദയായിലെ ബേദലഹേമാണ്. ദാവീദ് വംശജനായ ജോസഫ് ഗലീലിയിലെ നസ്രയത്തിൽ നിന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഗർഭിണിയായ മറിയത്തോടുകൂടി പേരെഴുതിക്കാനായി പോയ നഗരം യൂദയായിലെ ബേദലഹേമായിരുന്നു. വിശുദ്ധ ലൂക്ക 5 തിരുവചനങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്ന സുദീർഘമായ ഈ ചരിത്ര വിവരണം പുൽക്കൂട്ടിൽ പിറന്ന ലോകരക്ഷകനായ യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ലോകത്തിൻ്റെ ദൃഷ്ടി ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ട ശിശുവിലേക്ക്, ലോകരക്ഷകനായ യേശുവിലേക്ക് ഉയർത്തപ്പെടുന്ന നാളുകളാണ് ക്രിസ്തുമസ്. എൽദാ പെരുന്നാളിൽ അഥവാ ക്രിസ്തുമസ് ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനായി വ്രതശുദ്ധിയോടെ ദേവാലയത്തിലേക്ക് വരുന്ന ദൈവജനം ദാവീദിൻ്റെ പുത്രന് ഓശാന പാടിയ
വായുവിൻ്റെ കുരുത്തോലകൾ കൈകളിൽ കരുതും. ആട്ടിടയന്മാർക്ക് ചുറ്റിനും പ്രകാശിച്ച കർത്താവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന തീ ഉഴിരിച്ച ശുശ്രൂഷയിൽ കഴിഞ്ഞ വർഷത്തെ കുരുത്തോലകൾ സമർപ്പിക്കും. ഈ കുരുത്തോലകൾ ദാവീദ് പുത്രൻ ആരെന്ന ചരിത്ര വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിന്മേൽ വീണ് ആരാധിക്കുകയും നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് കാഴ്ച സമർപ്പിക്കുകയും ചെയ്തതിനെ സൂചിപ്പിക്കുവാനായി ആരാധനയ്ക്കായി വരുന്ന വിശ്വാസികൾ നല്ല കുന്തിരിക്കം ദേവാലയ ആരാധനയ്ക്കായി സമർപ്പിക്കുന്ന പതിവുണ്ട്. യഥാർത്ഥ ആരാധന ലോകരക്ഷകനായ യേശുവിന് നൽകുന്ന പാവനമായ കർമ്മമാണ്. ബേത്ലഹേമിലേക്കുള്ള തീർത്ഥയാത്രയെ സൂചിപ്പിക്കുന്ന പ്രദക്ഷിണവും കാഴ്ച അർപ്പിച്ച കുന്തിരിക്കം പുരോഹിതകരങ്ങളാൽ വാഴ്ത്തി കൈകളിലേന്തി ദൈവമഹത്വത്തിൻ്റെ പ്രതീകമായ തീ ഒഴിച്ച ശുശ്രൂഷയിൽ സമർപ്പിക്കുന്ന പതിവും. വ്രതശുദ്ധിയുടെ ഈ നാളുകളിൽ നമുക്ക് സ്വർഗീയ ജെറുസലേമിലെ ബേത്ലഹേമിലേക്ക് തീർത്ഥയാത്ര തുടരാം. കാഴ്ചയർപ്പണത്തിനായി നിക്ഷേപ പാത്രങ്ങൾ തുറക്കാം. ദൈവമഹത്വത്തിൻ്റെ പ്രകാശം ദർശിക്കാം. ശിശുവായ യേശുവിനെ മറിയത്തോടൊപ്പം കണ്ട് ആരാധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.